ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിന് വേണ്ടിയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിൽ പ്രസിദ്ധമാണ്. ആ ടെസ്റ്റ് സീരീസ് ഇന്ത്യ നേടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനി കുറച്ച് ദിവസം മാത്രമേ കളി തുടങ്ങാൻ ബാക്കിയുള്ളൂ. ഫെബ്രുവരി 9-നാണ് ആദ്യ ടെസ്റ്റ്. ഇപ്പോഴത്തെ ഇന്ത്യ പ്രാക്ടീസ് മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇന്ത്യയുടെ ഒരുവിധം സീനിയർ താരങ്ങളെല്ലാം തന്നെ ടീമിലേക്ക് തിരിച്ചെത്തി. ബുംറ മാത്രമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലില്ലാത്തത്. ജഡേജ, അശ്വിൻ, കോഹ്ലി, രോഹിത് തുടങ്ങി എല്ലാ താരങ്ങളും ഓസ്ട്രേലിയൻ ടെസ്റ്റിലുണ്ട്. നിലവിൽ രണ്ട് ടീമുകളും പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്പിന്നറായ അശ്വിൻ്റെ അതേ ബൗളിംഗ് ആക്ഷനുള്ള താരത്തെ വരുത്തിയാണ് ഓസീസിൻ്റെ പരിശീലനം. അവരെ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയും അത്ര മോശമല്ല. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ അടിച്ചു കളിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഈ ഒരു ഓപ്പണിംഗ് കൂടിയിട്ട് തന്നെയായിരിക്കും ആദ്യ ടെസ്റ്റിന് ഇറങ്ങുമെന്നാണ് റിപ്പോർട്ട്. സൂര്യയും ഇന്ന് നെറ്റ്സിൽ മികച്ച കളി കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ബൗളിങ്ങിൽ തിളങ്ങിയത് ഉമ്രാൻ മാലിക്, സിറാജാണ്. സിറാജ് മികച്ച ബൗളിംഗാണ് ടെസ്റ്റിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ജയദേവ് ഉൻഗട്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത്. താരവും ഇന്ന് നെറ്റ്സിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ഒരു ഓസ്ട്രേലിയൻ ടെസ്റ്റിൽ ജയദേവ് മിന്നുമെന്നത് ഉറപ്പാണ്. കാരണം താരത്തിന്റെ ബൗളിംഗ് ഓസീസിന് അത്ര പിടിയില്ല. ഇന്ന് നെറ്റ്സിൽ കോഹ്ലിയും മികച്ച കളി കാഴ്ചവെച്ചു. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ചേതേശ്വർ പൂജാര, കോഹ്ലി ഇവരുടെ കയ്യിലാണ്. ഇന്ത്യയുടെ വൻമതിൽ എന്നാണ് പൂജാരിയെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യൻ താരങ്ങൾ അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഈ ഒരു ടെസ്റ്റ് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.